നമസ്കാരം പ്രിയമുള്ളവരെ. നമ്മൾ കൊട്ടിയൂരത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ സംസാരിക്കണ്ടായി. അപ്പോൾ ഈ കൊട്ടിയൂരത്തെ പ്രധാനപ്പെട്ട ഒരു സമ്പ്രദായം, ആരാധനാ സമ്പ്രദായമാണ് ആലിംഗന പുഷ്പാഞ്ജലി അല്ലെങ്കിൽ രോഹിണി ആരാധന എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാല്, ഈ സതി നഷ്ടപ്പെട്ട പരമേശ്വരനെ മഹാവിഷ്ണു സാന്ത്വനിപ്പിക്കുന്നതിന്റെ പ്രതീകമായിട്ടാണ് അതാണ് ഇത്ര ഈ ആലിംഗന പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. കുറുമാത്തൂരിലത്തെ വലിയ നമ്പൂതിരി അദ്ദേഹം പുഷ്പങ്ങളെ കൊണ്ട് അർച്ചിച്ച് പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്ത് ആ വിഗ്രഹത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയാണ് ഈ ആലിംഗന പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. ആ സമയത്ത് അദ്ദേഹം അതിൽ ലയിച്ച് കുറച്ച് അല്ലെങ്കിൽ ആ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു രീതി ആ ഒരു സമയത്ത് അവിടെ പോയി തൊഴുത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്നിട്ട് പിന്നെ അദ്ദേഹം എണീക്കുന്ന സമയത്ത് വാദ്യമേളങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോഴത്തെ ഒരു അനുഭൂതി എന്ന് പറയുന്ന ഒരു വലിയ ഒരു അനുഭവമാണ് കേട്ടോ. അതാണ് കൊട്ടിയൂരത്തെ ആലിംഗന പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രോഹിണി ആരാധന എന്നും പറയും. അങ്ങനെയൊക്കെ വളരെ വൈവിധ്യപൂർണമായിട്ടുള്ള പല ആരാധനാ സമ്പ്രദായങ്ങളും നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂര്. മറ്റുള്ള ക്ഷേത്രങ്ങളിലൊന്നും ഈ ആലിംഗന പുഷ്പാഞ്ജലി ഒന്നും ഞാൻ കേട്ടിട്ടില്ല. നന്ദി, നമസ്കാരം.